എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനം തോന്നുന്ന ദിവസമാണ്. കാരണം ഒപ്പം ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള പ്രിയ കൂട്ടുകാരൻ കൂടിയായിട്ടുള്ള പ്രിയ ബഹുമാനപ്പെട്ട ജോൺ കണ്ടങ്കേരി അച്ഛനാണ്. അച്ഛൻ സെയിം സഭയിലെ മൈസൂർ പ്രവിശ്യൽ അംഗമാണ്. എനിക്ക് തോന്നുന്നു ദൈവം മറിഞ്ഞ് തന്നെ സംഗീതത്തിൻ്റെ വരം പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അഭിഷിക്തനാണ്. നമുക്ക് ഈ വരുന്ന എപ്പിസോഡുകളിൽ അച്ഛൻ്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാം. അച്ഛൻ്റെ ജീവൻ തുളുമ്പുന്ന, ആത്മാവിൻ്റെ ചൈതന്യം തുളുമ്പുന്ന എനിക്ക് തോന്നുന്നു കുറേ അനുഭവങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട ജോണച്ച, ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ ഈ സ്നേഹമുള്ള ഹൃദ്യമായ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. സുഖായിരിക്കുന്നല്ലേ അച്ഛാ? എനിക്ക് തോന്നുന്നു ധർമാരാമിൽ നമ്മുടെ രസമുള്ളൊരു കാലമായിരുന്നു. അച്ഛൻ കൊയർ മാസ്റ്ററൊക്കെ ആയിരുന്നിട്ട് ജനറൽ കൊയർ മാസ്റ്ററൊക്കെ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടങ്ങളിലും പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ധർമാരാമിൻ്റെ വിശേഷങ്ങളുണ്ട്, അവിടുത്തെ ഗാനമേളകളുണ്ട്, നമ്മുടെ മെന്നിങ് കാസക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് കേൾക്കണം. തീർച്ചയായും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് അച്ഛൻ്റെ ഒരു നല്ല ഒരു അഭിഷേകമുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഏത് പാട്ടായിരിക്കും വെച്ചാൽ പാടുക? ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ടുണ്ട്. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടാണ്. അത് പല സ്ഥലങ്ങളിലും പലരും പാടി കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ. പക്ഷേ ഇത് ഞാനാണ് എഴുതിയത്, ട്യൂൺ ചെയ്തതെന്ന് അറിയാതെ പാടുന്നവരുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമാണ്. ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഒത്തിരി അഭിഷേകം നൽകുന്ന ഒരു ഗാനമാണ്. പല ധ്യാന കേന്ദ്രങ്ങളിൽ പാടുന്ന ഒരു പാട്ടാണ്, മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ? ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് ആ ഗാനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ആത്മാഭിഷേകത്താൽ സൗഖ്യമാകട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ആത്മാഭിഷേകത്താൽ സൗഖ്യമാകട്ടെ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ, ആത്മാഭിഷേകത്താൽ മാറിപ്പോകട്ടെ. ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ, ആത്മാ
ആത്മാഭിഷേകത്താൽ മാറിപ്പോകട്ടെ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. ശത്രുതകൾ ഇല്ലാതാകട്ടെ ആത്മാഭിഷേകത്താൽ ഇല്ലാതാകട്ടെ. ശത്രുതകൾ ഇല്ലാതാകട്ടെ ആത്മാഭിഷേകത്താൽ ഇല്ലാതാകട്ടെ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. തോണച്ച മനോഹരമായ ഒരു പാട്ട്, നല്ല അഭിഷേകമുള്ള, എനിക്ക് തോന്നുന്നു ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിൽ ഒത്തിരി പാടുന്നൊരു പാട്ടുകൾ അല്ലേ. അച്ഛൻ എഴുതിയാണ്, അച്ഛൻ സംഗീതം ചെയ്തെന്ന പലർക്കും അറിയില്ല എന്നേ ഉള്ളൂ. വിൽസംബ്രമാണ് ഇത് പാടിയേക്കണേ അല്ലേ? നല്ല മനോഹരമാണ് പാടി. ഇപ്പോൾ ഞാൻ അച്ഛൻ പാടിയപ്പോൾ അതിൻ്റെ കുറച്ച് വർഷം ഞാനും പാടുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു എനർജി സ്പിരിറ്റും കിട്ടിയ ഒരു പാട്ട്. ഈ പാട്ട് എഴുതിയ ഒരു പശ്ചാത്തലമൊക്കെ ഒന്ന് പറഞ്ഞേച്ചാ. ഇത് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ്, എല്ലാവർക്കും പെട്ടെന്ന്. പക്ഷെ പാട്ട് നമ്മൾ പകുതി പോലും പാടിയിട്ടില്ല ഇല്ല, കാരണം എനിക്ക് തോന്നുന്നത് വിടുതൽ ധ്യാനത്തിന്റെ സമയത്ത്, വിടുതലിന്റെ ഒക്കെ ഒരു സമയത്ത് ഓരോ നമുക്ക് എണ്ണി എണ്ണി പാടി പ്രാർത്ഥിക്കാവുന്ന ഒരു മനോഹരമായ ഗാനം. അത് തന്നെ എല്ലാവരും ഏറ്റുപാടി കൈയടിച്ചൊക്കെ പാടും. സാധാരണ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഞാനിത് തുടക്കത്തിൽ ആദ്യം പഠിപ്പിക്കും, അപ്പോൾ തന്നെ ആളുകൾ പെട്ടെന്ന് പഠിക്കും. പിന്നെ ഈ പാട്ട് ഉണ്ടായതിൻ്റെ ഒരു സന്ദർഭം എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ പട്ടം 2015 അപ്പം പട്ടം കഴിഞ്ഞ് ഞാൻ പ്രോൺഷോസ് ചെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെഫക്റ്റിലേക്ക് വരുന്ന വഴിക്ക് ചുമ്മാ പെട്ടെന്ന് കിട്ടിയൊരു ലിറിക്സും ട്യൂണും ഒരുമിച്ച് കിട്ടി. അതിങ്ങനെ പെയ്യട്ടെ പെയ്തീർ അങ്ങനെ കിട്ടി. അന്നേരം തന്നെ ഞാൻ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചു. അച്ഛൻ പാടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. താങ്ക് യു. പെയ്യട്ടെ പഠിക്കച്ചേ. പെയ്യട്ടെ പെയ്തിറങ്ങട്ടെ ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ. നല്ലൊരു പഞ്ചുകൊണ്ട്, പക്ഷെ ഒപ്പം നല്ലൊരു മെലഡി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പാട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ധ്യാനം കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഞാൻ ഒരു സ്നേഹത്തോട് പറയുന്ന നല്ലൊരു അഭിഷേകമുള്ള ഗാനമാണ്. അച്ഛൻ നമുക്ക് അച്ഛൻ്റെ വീടിൻ്റെയൊക്കെ വരല്ലോ. അച്ഛൻ വീടിൻ്റെ പശ്ചാത്തലവും വീട്ടിലുള്ളവരെ പറ്റിയൊക്കെ പറയാം. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി രൂപതയിലുള്ള പേരട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. അത് അറിയാവുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരിട്ടിക്കടുത്ത്. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ചാച്ചനും ഞങ്ങൾ 7 മക്കളാണ്. എൻ്റെ അമ്മ നവംബറിൽ ആണ് മരണമടഞ്ഞത്. അമ്മ കുറേ വർഷമായിട്ട് ഇങ്ങനെ രോഗമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചാച്ചനുണ്ട് വീട്ടിൽ, പിന്നെ ചേട്ടന്മാരൊക്കെ വീടിനടുത്തടുത്ത് 3 കൃഷിയാണ്. അങ്ങനെ ഞാൻ പിന്നെ സെമിനാരി. എത്രാമത്തെയാണ് അച്ഛൻ? ഞാൻ 6ാമത്തെ ആളാണ്. മൂത്തവരുടെ പേരൊക്കെ പറഞ്ഞേ. മൂത്ത ചേട്ടൻ, ചാച്ചൻ്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് മറിയം എന്നായിരുന്നു. പിന്നെ മൂത്ത ചേട്ടൻ്റെ പേര് ജോർജ്. ചേട്ടൻ്റെ വൈഫ് മിനി. പിന്നെ അവർക്ക് 3 പിള്ളേരുണ്ട്, 3 ആൺപിള്ളേർ. അവരൊക്കെ 2 പേര് ജോലിയൊക്കെ ആയി വരുന്നു. പിന്നെ ഇളയാൾ പഠിക്കുന്നു. 2ാമത്തെ ചേട്ടൻ്റെ പേര് സജി. ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് മിനി. അവർക്ക് 3 മക്കൾ. അപ്പോൾ ഒരു പെണ്ണും 2 ആൺപിള്ളേരും. അതിനകത്ത് ഒരാൾ ഇപ്പോൾ സെമിനാരിയിൽ പോയിട്ടുണ്ട്. ബാക്കി ഒരാൾ ജർമ്മനിയിൽ പഠിക്കുന്നു, ഒരാൾ ചെറിയ ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ ചേട്ടനാണ് തറവാട്ടിലുള്ളത്. ചേട്ടൻ്റെ പേര് ബിജു, ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് സിൽവി. ചേച്ചി ഇപ്പം ഇസ്രായേലിലാണ്. പിന്നെ 2 പിള്ളേർ, ചെറിയ പിള്ളേരാണ്, ഒരാൺകൊച്ചും ഒരു പെണ്ണും. പിന്നെ ഉള്ളത് എൻ്റെ പെങ്ങളാണ്, സിസ്റ്ററാണ്. SABS കോൺഗ്രേഷനിൽ. എവിടെ സിസ്റ്റർ കരിങ്ങാടെന്ന് പറയും, കുറ്റിയാടി അടുത്ത്. സിസ്റ്റർ ജ്യോതിസ് കണ്ടങ്കേരി. താമരശ്ശേരി പ്രോൺസ്. സ്കൂളിൽ പഠിപ്പിക്കുക ടീച്ചറാണ്. കുറേ വർഷമായിട്ട് അവിടെ തന്നെയാണ്.
സിസ്റ്റം പാടും, അത്യാവശ്യമൊക്കെ പാടും. എൻ്റെ ദൈവവിളിക്ക് ഒരു കൂടുതലൊരു എനിക്ക് പ്രോത്സാഹനം നല്ലൊരാൾ, മെയിൻ ഒരാൾ കൂടിയാണ്. ആൽബങ്ങളൊക്കെ പാടിയിട്ടുണ്ട്, ആൽബങ്ങളിൽ പാടിയിട്ടില്ല. പക്ഷെ നന്നായിട്ട് കൊയറൊക്കെ കണ്ടക്ട് ചെയ്യും അല്ലേ? നമുക്ക് മെലഡീസിലേക്ക് പിടിക്കണോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം എന്നെ ഒത്തിരി വളർത്തിയ, എനിക്ക് ഒത്തിരി പ്രോത്സാഹനം തന്ന, ദൈവവിളിക്ക് വേണ്ടിയൊക്കെ സഹായിച്ച മെയിൻ വ്യക്തികളിൽ ഒരാളാണ്. നാലാമത്തെ ആളാണ് അല്ലേ? അതെ അതെ. അഞ്ചാമത്തത് പെങ്ങളാണ്. എൻ്റെ അടുത്തുള്ള ഇടവകയിൽ കല്യാണം കഴിഞ്ഞു. പിന്നെ ഷീബ എന്നാണ് പേര്. ആളിപ്പം ഇസ്രായേലിലാണ്. അവർക്ക് 2 മക്കൾ. രണ്ടുപേരും. അതെ അതെ അതെ. അവർക്ക് 2 പെൺപിള്ളേരാണ്. പിന്നെ അളിയൻ്റെ പേര് ബിജു. ആള് നല്ല കാറ്റഗിസം ടീച്ചറൊക്കെ ആയിട്ട് അങ്ങനെ ഇടവകയിൽ അങ്ങനെ ഇരിക്കുന്നു. ആറാമത്തെ ജോണച്ചൻ. എൻ്റെ ഇളയത് പെങ്ങളാണ്, ഷിജി എന്നാണ് പേര്. അവള് ബാംഗ്ലൂരിലാണ്. ഇപ്പൊ കർമ്മലരാം ഇടവകയിലാണുള്ളത്. അവിടുത്തെ അതിൽ കൊയറിലൊക്കെ പാടുന്ന ആളാണ്. അളിയൻ പോലീസാണ്, ഡോഗ് സ്ക്വാഡ്. അപ്പം ആളുടെ പേര് ഇമ്മാനുവൽ. ഒത്തിരി പേരുള്ള സന്തുഷ്ട കുടുംബം. നിങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ടോ? കുടുംബസംഗമം അങ്ങനെയുണ്ടോ? കൂടാറുണ്ട് അല്ലേ? അതൊരു നല്ല ഉത്സവമായിരിക്കില്ല. അപ്പച്ചനും അമ്മച്ചിയുടെ മരണം, പ്രാർത്ഥനകളും അനുശോചനങ്ങളും കൊണ്ട് വെച്ചാൽ നമുക്ക്, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ CMS സഭയിലേക്ക് വരികയാണ്. അതെ അതെ അല്ല, 10ാം ക്ലാസ്. അപ്പോൾ 10ാം ക്ലാസ് വരെയൊക്കെ ഈ പള്ളിയിൽ ഇടവക ഏതായിരുന്നു? ഇടവക ഞാൻ ആദ്യം ചെറുപ്പത്തിൽ എൻ്റെ ഇടവക കിളിയന്തറ ഇടവകയായിരുന്നു. ക്ലീന്തറ എന്ന സ്ഥലമുണ്ട് അവിടെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ എൻ്റെ നോഷിയേറ്റ് ആയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ പേരട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അപ്പൊ ആദ്യം ക്ലീന്തറ ഇടവകയിലായിരുന്നു അച്ഛൻ. 1 മുതൽ 10 വരെയൊക്കെ അവിടെ ആയിരുന്നല്ലോ. കൊയറിലൊക്കെ ഉണ്ടായിരുന്നോ? പാടുമായിരുന്നോ അച്ഛൻ? ഞാൻ പാടുമായിരുന്നു. എനിക്ക് എല്ലാ വർഷം തന്നെ മിഷൻ ലീഗിന് ആൺകുട്ടികളുടെ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുമായിരുന്നു. ഇടവ പ്രതികരിച്ച് പോകുന്ന അച്ഛനായിരുന്നു. അതെ അതെ. കൊയറിലും സജീവമായിരുന്നു. അപ്പൊ കുഞ്ഞിലെ അച്ഛൻ പാടുമായിരുന്നു. പിന്നെ വേറെ ആമ്പിളരധികം പാടാല്ലാത്തതുകൊണ്ട് എനിക്ക് സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പറയണ്ട, പാട്ട് സമ്മാനം കിട്ടുമ്പോഴും അത് മിഷൻ ലീഗിന്റെ രൂപത തലത്തിലേക്കല്ല മത്സരം അല്ലേ? അപ്പൊ ആ കുഞ്ഞ് നല്ല ദൈവവിളി. അതിനുശേഷം ദൈവവിളിയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് മുതലാണ് അച്ഛൻ ഒന്ന് അതൊരു അച്ഛനാകണമെന്നൊക്കെ ഒരു ആഗ്രഹം വളരെ ഉണ്ടോ? അതോ അത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഒരു വൈദികനാകാനാണ് ആഗ്രഹം. അത്രേ ഉള്ളൂ. അതായത് എനിക്ക് കുർബാന ചെല്ലണം, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആൾക്കാരെ കയറി ഒന്ന് കുർബാന ചെല്ലുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ സ്വപ്നം. അപ്പം വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഈ അരി മേടിക്കുന്ന ചാക്കുണ്ടല്ലോ, ചാക്കെടുത്തിട്ട് ഇങ്ങനെ കാപ്പ പോലെ കെട്ടി, നമ്മുടെ കാപ്പ, അങ്ങനെ കുർബാനയല്ലേ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പൊ അമ്മച്ചി അടുക്കള ഉള്ളിലുണ്ട്, അവിടെ സൈഡിൽ നിന്ന് കുർബാനയില്ല. അപ്പൊ അമ്മച്ചി ആമയും വെച്ചോണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചെറുപ്പം തൊട്ട് ആഗ്രഹം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മൂത്തവരായിപ്പോ അല്ലേ, കപ്പേരന്മാരാക്കായിരുന്നു അല്ലേ? പിന്നെ ഇളയത് പെങ്ങളായിപ്പോയി. അവര് ചിലപ്പം ഫ്രീ ഉള്ളപ്പം വന്ന് താഴെ നിന്ന് കുർബാന കൂടും അല്ലേ? അങ്ങനെ CMS സഭയിലേക്കുള്ള ഒരു വഴി എങ്ങനെയായിരുന്നു? CMS സഭയിലേക്ക് ഒന്ന് ചെറുപ്പം തൊട്ട് എനിക്ക് ചാവറച്ചനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിൽ ചെറിയൊരു ചാവറച്ചൻ്റെ രൂപരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ CMS പറഞ്ഞുകൊണ്ടല്ല, എങ്കിൽ പോലും ചാവറച്ചനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു സിസ്റ്റർ വഴിയാണ് അങ്ങനെ CMS സഭയിലേക്ക് വന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു CMS സഭയിൽ വരണമെന്ന് അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു ചെറുപ്പത്തിൽ. അറിയില്ലായിരുന്നു CMS സഭ എന്താണെന്നൊന്നും. എനിക്ക് തോന്നുന്നത് ജോൺ ലച്ചിൽ കണ്ടത് ഒരച്ഛനാകുന്നതിന് മുമ്പ് തന്നെ അല്ലേ? എനിക്ക് തോന്നുന്നത് സാധാരണ അച്ഛന്മാർ അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ വരികൾ എഴുതി സംഗീതം ചെയ്ത് ഒരു ആൽബമൊക്കെ പുറത്തിറക്കുക. പക്ഷെ ജോണച്ചന് അതിന് മുമ്പ് തന്നെ ബ്രദർ ആയിരിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഭാഗ്യം കിട്ടി അല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്ത അച്ഛന്മാരുണ്ട്. അതിലേക്ക് നമുക്ക് വരണം. നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ഇറങ്ങിയ ഒരു പാട്ട് ഏതാണ് അച്ഛൻ്റെ ഏറ്റവും? ഈ അടുത്തായിട്ട് ഇറങ്ങി കഴിഞ്ഞ വർഷമാണ് നമ്മൾ 4 പാട്ട് ഇറങ്ങി. അത് ഒരെണ്ണം അത് ഞാൻ പാടുന്നുണ്ട്. ഉണ്ട്. പിന്നെ ദുഃഖ വെള്ളിയാഴ്ചത്തെ ഇതിനു വേണ്ടി ഇറക്കിയതാണ്, ക്രൂസിത എന്ന് പറഞ്ഞൊരു പാട്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് വരാം. അങ്ങനെയാണ് ഏത് പാട്ടാണ് അച്ഛൻ പാടാൻ പോകുക? അത് ഞാനൊരു ഇത് പറഞ്ഞ പോലെ ധർമ്മരാമിൽ വെച്ച് ഞാൻ ബ്രദറായിരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു അന്ന് ബ്രദറായിരുന്ന ലിജോ കറ്റോട്ട് എന്ന് പറഞ്ഞൊരു ബ്രദർ, ഇപ്പം അച്ഛനായി. അദ്ദേഹം എഴുതിയതാണ്. ലിജോ അച്ഛൻ ഇപ്പം എവിടെയാണ്? ഇപ്പോൾ അച്ഛനിപ്പം ബാംഗ്ലൂരിലാണ്, അവിടെ കോട്ടയം പ്രോൺസ് ആണ്. അച്ഛൻ എഴുതിയതാണ്. അച്ഛൻ എഴുതി. അന്ന് ബ്രദറായിരുന്നപ്പോൾ എനിക്ക് എഴുതി എൻ്റെ കയ്യിൽ തന്നു, ഞാൻ ട്യൂൺ ചെയ്തു. അപ്പം നമ്മുടെ ധർമ്മരാമിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗുരുതുല്യനായ വ്യക്തി നമ്മുടെ ജോയി കാക്കനട്ട് അച്ഛൻ വലിയൊരു സംഗീതജ്ഞനാണ്, അറിയാലോ. നമുക്ക് ഒത്തിരി പറയാനുണ്ട്. എങ്കിൽ ഈ പാട്ട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറയാണ്. അപ്പം അതിലേക്ക് ഞാൻ ഈ പാട്ട് ട്യൂൺ ചെയ്ത് അച്ഛനെ കേൾപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് CD ഇറക്കുമ്പോൾ അത് എടുക്കാം. അച്ഛൻ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഈ പാട്ടെടുത്തു. നല്ലൊരു മെലഡിയാണ്. എനിക്ക് ഒത്തിരി പേരെ വളർത്തിയൊരു അച്ഛനാണ്. തീർച്ചയായിട്ടും. വളരെ പ്രത്യേകിച്ച് ഒരു പാട്ടിന്റെ ഒരു വാസന ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഒരു പ്രത്യേക ഒരു കരുതലും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പിന്നെ പറയാനുണ്ട് കുറെ. ഉണ്ട്. എന്നാലും ജോയി ഫിലിപ്പ് കാക്കനാട്ടച്ച ഈ സമയത്ത് സ്നേഹത്തോട് നന്ദിയോട് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ക്ലാസ്സുകൾ ഹീബ്രു ഒക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വേറൊരാൾ പഠിപ്പിച്ച ഭാഷ അത്ര സുഖമാവണമെന്നുമില്ല. ക്ലാസ്സുകളായിക്കോട്ടെ. DVKയുടെ പ്രസിഡന്റായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? സ്ഥാനം ഇപ്പം മാറിയതേ ഉള്ളൂ. വളരെ സൂത്രകമായ സേവനം ചെയ്ത് ഈ തിരക്കുകളിടയിലും അച്ഛൻ്റെ പാട്ടുകൾ ഒത്തിരി പാട്ടുകളുണ്ട്. 1-2 ഹിറ്റുകൾ എന്ന് പറഞ്ഞാൽ
ആര്യോഗ്യൻ അങ്ങനെയൊക്കെ ആര്യോഗ്യൻ ദൈവമേ എന്ന് പറഞ്ഞ കെസ്റ്റർ പാടിയ ഒരു പാട്ട്. അതെ അതെ. അതുപോലെ നീയാണ് രക്ഷയും, നീയാണ് രക്ഷ. കുറേ പാട്ടുകളുണ്ട്. നമുക്ക് ഈ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പച്ചൻ പാടാൻ പോകുന്ന പാട്ട് നമുക്ക് ജോയി ഫിലിപ്പ് കാക്കനാട്ടച്ഛനെ സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് കൊണ്ട് പാടിയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് അത് ഏത് പാട്ടാ പാടുന്നത്? ഇപ്പൊ കാത്തിരിക്കുന്നു. സ്നേഹം എന്ന് പറഞ്ഞ പാട്ട്. നമുക്കെന്നാ ആ പാട്ട് കേട്ടിട്ട് ജോണച്ചന്റെ വിശേഷങ്ങളിലേക്ക് വരാം. കാത്തിരിക്കുന്ന സ്നേഹം, കരുണാർദ്രമാകും സ്നേഹം, കാത്തിരിക്കുന്ന സ്നേഹം, കരുണാർദ്രമാകും സ്നേഹം, കരളിൻ്റെ ആഴങ്ങളിൽ കനിവുള്ള കരുണാമയൻ, സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ, സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ, വരണേ എൻ്റെ ഹൃത്തിൽ. കാത്തിരിക്കുന്ന സ്നേഹം, കരുണാർദ്രമാകും സ്നേഹം. സഹനങ്ങൾ നിറയുമീ താഴ്വരയിൽ, മോഹങ്ങൾ നിറയുമീ വീഥികളിൽ, സഹനങ്ങൾ നിറയുമീ താഴ്വരയിൽ, മോഹങ്ങൾ നിറയുമീ വീഥികളിൽ, കാൽവരയിൽ നിന്നൊഴുകും തിരുസ്നേഹമേ, മാറോടണയ്ക്കണമെന്നും നിന്റേതായി തീരുവാ വരമേഘണേ, സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ, സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ, വരണേ എൻ്റെ ഹൃത്തിൽ. ജീവിത ദുഃഖത്തിൻ വേളകളിൽ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ, ജീവിത ദുഃഖത്തിൻ
ആരോരുമില്ലാത്ത നേരങ്ങളിൽ എന്നെ ഓമനയായി കരുതും തിരുസ്നേഹമേ, മാറോടണയ്ക്കണമെന്നും നിന്റേതായി തീരുവാൻ വരമേകണേ. സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ. സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ, വരണേ എൻ്റെ ഹൃത്തിൽ. കാത്തിരിക്കുന്ന സ്നേഹം, കരുണാർദ്രമാകും സ്നേഹം, കരളിൻ്റെ ആഴങ്ങളിൽ കനിവുള്ള കരുണാമയൻ. സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ. സ്നേഹനാഥ ശ്രീയേശുദേവാ വരണേ എൻ്റെ ഹൃത്തിൽ, വരണേ എൻ്റെ ഹൃത്തിൽ. കാത്തിരിക്കുന്ന സ്നേഹം, കരുണാർദ്രമാകും സ്നേഹം. ജോണിച്ച വളരെ മനോഹരമായി, നല്ല രസമായിട്ട്, നല്ല ഫീലുള്ള എൻ്റെ സംഗീതം അച്ഛൻ കൊടുത്തു. ശരിക്കും കെസ്രേട്ടനാണ് പാടിയേക്കണം അല്ലേ? അതെ, കഷ്ടം. അല്ല, പക്ഷെ ഇത് ആ കരുണ അച്ഛൻ സംഗീതം പഠിച്ചിട്ടുണ്ട് അല്ലേ? സംഗീതം പഠിച്ചിട്ടില്ല, സഭയെ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടിയ ട്രെയിനിങ്ങുകളേ ഉള്ളൂ. നല്ല നല്ല രസമായിട്ടുണ്ട് സംഗീതം. എനിക്ക് തോന്നുന്നു ഇച്ചിരി ജ്ഞാനവും അല്ലേ, ഇതിൻ്റെ ഒരു അറിവുള്ളവർക്ക് മാത്രം പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മനോഹരമായിട്ട് സംഗീതം കേട്ടോ. എനിക്ക് തോന്നുന്നു ധർമാരാമിൽ അച്ഛൻ കൊയർ മാസ്റ്ററൊക്കെ ആയിരിക്കുന്ന സമയത്തുള്ള കൊയറുകളായിക്കോട്ടെ, ഓർക്കസ്ട്രകളായിക്കോട്ടെ, ഒത്തിരി മിനിസ്ട്രികളൊക്കെ അല്ലേ. എനിക്ക് ധർമാരാമിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ. ധർമാരാമിൻ്റെ ഈ പറഞ്ഞ പോലെ ബ്രദറായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാനിവിടെ ഫിലോസഫിക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കന്നഡ പാട്ടുകൾ അല്ലേ, ചില പാട്ടുകൾ അത് ചില സമയത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അവിടെ ഒരു സോളോ ആയിട്ട് ജോണച്ചൻ്റെ ഒരു പാട്ടുണ്ടാവും. ഇങ്ങനെ ലയിച്ചിരിക്കും ചില പാട്ടുകൾ, നല്ല രസമായിട്ട് പാടുമായിരുന്നു കേട്ടോ. കന്നഡ മൈസൂർ പോകുന്ന സാറിൻ്റെ കന്നഡ പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കന്നഡ അറിയാം. കന്നഡ അറിയാം, പിന്നെ നല്ല പാടുകയും ചെയ്യും നന്നായിട്ട്. കൊയറായിരുന്നു, കൊയർ മാസ്റ്റർ നന്നായിട്ട് ചെയ്തു കേട്ടോ. വളരെ എനിക്ക് അതിനെ വളരെ അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. നല്ല ഓർമ്മകളാണ് ധർമ്മരാമിലുണ്ടായിരുന്ന നല്ല ഓർമ്മകൾ. വിശേഷം പറയാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ ജോയി കാക്കനാട്ടച്ചനെ കുറിച്ചാണ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. ധർമ്മരാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൊയർ മാസ്റ്റർ കൊയർ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് തന്നെ ട്യൂൺ വരികയാണ്. ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ ഇരുന്ന് പരിശ്രമിച്ചിരിക്കാറില്ല, സാധാരണ അങ്ങനെയാണ്. അച്ഛൻ ചെയ്ത പാട്ടുകൾ കൂടുതലും അങ്ങനെ തന്നെയാണോ? ആദ്യം ലിറിക്സ് ആണോ? രണ്ടും കൂടി ചെയ്തിട്ടുണ്ടല്ലോ. അച്ഛൻ വരികൾ എഴുതി സംഗീതം ചെയ്തിട്ടുണ്ടല്ലോ. ചുരുക്കം പാട്ടുകളേ ഉള്ളൂ. അത് ആദ്യം സംഗീതമാണോ ഉള്ളിലേക്ക് വന്നത്? വരികളാണ്. വരികൾ തരുമ്പോൾ ഞാൻ അതിൻ്റെ ട്യൂൺ ചെയ്യാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ജോയി കാക്കനാട്ടച്ഛൻ്റെ ഒരു പ്രോത്സാഹനം പ്രത്യേകമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്, എങ്കിലും അത് എന്നാ പറയണ്ടേ, ഓരോ സമയത്തും പാടാനും കറക്ഷൻസും അങ്ങനെ പാടണമെന്നും, പിന്നെ ഈ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി അങ്ങനെ. അച്ഛാ, അപ്പൊ ആദ്യം പാടിയ പാട്ട് ജോയി അച്ഛൻ്റെ പാട്ടാ സ്റ്റുഡിയോ അല്ലേ? വരി എങ്ങനെയായിരുന്നു? വരുവിൻ ക്ലേശിത മാനസരെ എന്ന് തുടങ്ങുന്നത്. ആദ്യത്തെ സ്റ്റുഡിയോ അനുഭവമൊക്കെ നല്ല രസമായിരുന്നു അല്ലേ? ഈ ജോയി അച്ഛൻ എനിക്ക് തോന്നുന്നു കൂടെ ഇരുന്ന് നല്ല സപ്പോർട്ടായിട്ട് അല്ലേ? അച്ഛൻ ശരിക്കും സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ ആദ്യം പേടിച്ചാ പാടുന്നത്. നമ്മൾ ലൈവ് പാടുന്നതും സ്റ്റുഡിയോ പാടുന്നതും ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. ഫയർ മാസ്റ്റർ അച്ഛൻ, ഞാൻ വീണ്ടും പറയണം, അച്ഛൻ ഭംഗിയായിട്ട് പ്രൊവിൻസിലെ ആയിക്കോട്ടെ സഭയുടെ ആയിക്കോട്ടെ അച്ഛൻ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ കൊയറുകൾ നല്ല ഭംഗിയോടെ നല്ല കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് അതെല്ലാവരും. അതിപ്പോൾ ശരിക്കും പറയുന്നത് അച്ഛന് മെന്നിങ് കാസക്കിൻ്റെ അഭിവാജ്യ ഘടകമാണ്. അച്ഛൻ വരാൻ നേരത്തുള്ള എല്ലാവരോടുള്ള ഡീലിങ്സും ഒക്കെ വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുക കേട്ടോ അച്ഛൻ, വളരെ അഭിമാനത്തോടെ ഓർക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അച്ഛൻ സംഗീതം നൽകിയൊരു പാട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട്
നമ്മൾ എറണാകുളത്ത് വെച്ചായിരുന്നു അല്ലേ? അതെ, അതെ, അത് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് ആ ഒരു പരിശുദ്ധാണ്. ഇതൊരു നല്ല, ഇപ്പം ഞാൻ പാടിയത് കൊണ്ട് മാത്രമായിട്ടല്ല, എനിക്ക് തോന്നുന്നത് നല്ല വരികളും നല്ല സംഗീതവും നല്ലൊരു അഭിഷേകമുള്ള ഒരു ഗാനമാണ്. നമുക്ക് ആ ഒരു ഗാനത്തോടെ നമുക്ക് ഈ എപ്പിസോഡ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ജോണച്ച, ഈ പാട്ട് നമുക്ക് പാടാൻ നേരത്ത് ഭയങ്കര എനർജിയാണ്. കേൾക്കുമ്പോഴും അങ്ങനെയാണ് അല്ലേ? നല്ലൊരു പാട്ട്. ഈ പാട്ടിന്റെ പിന്നിലെ കാര്യങ്ങൾ, ഇത് എഴുതിയതും സംഗീതം വളരെ സുന്ദരമായിരുന്നു കേട്ടോ. ഓർക്കസ്ട്രേഷനൊക്കെ. ആദ്യമേ അച്ഛൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓ, താങ്ക് യു. വളരെ മനോഹരം, ഭയങ്കര ഒരു അഭിഷേകമുണ്ട് അച്ഛൻ്റെ പാട്ട്. ഭയങ്കര എല്ലാവരും കൈയടിച്ച് പാടാവുന്ന നല്ലൊരു പിന്നെ ധ്യാനത്തിനൊക്കെ പാടാവുന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയത് ഒരു അമ്മച്ചിയാണ്. അതായത് ചാലക്കുടിയിലുള്ള ഒരു മേരി ലോനപ്പൻ കരിപ്പായി എന്ന് പറഞ്ഞൊരു അമ്മച്ചി എഴുതിയതാണ്. എന്നെ ഒരു വേറെ ആൾ വഴി പരിചയപ്പെടുത്തി അങ്ങനെ എഴുതി ലിറിക്സ് തന്നു. അപ്പോൾ ആദ്യം ഇതിൻ്റെ വേർഡ്സ് എന്ന് പറയുന്നത് വചനത്തിൻ്റെ പാട്ടായിരുന്നു. വചനത്തിന് വേണ്ടി എഴുതിയതാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇത്രയും നല്ല പഞ്ചുള്ള ഒരു മ്യൂസിക് ആയതുകൊണ്ട് നമുക്കത് പരിശുദ്ധാത്മാവിൻ്റെ ആക്കാം. ഇച്ചിരി ആളുകൾ പാടുമല്ലോ, ധ്യാനേന്ദ്രത്തിൽ പാടാമെന്ന്. അങ്ങനെ ജോണച്ചന്റെ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ കൂടുതൽ മനോഹരമായ പാട്ടുകളൊക്കെ വരുന്നേ ഉള്ളൂ. വരുന്ന എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ജോണച്ചന്റെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിന്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി.